ഇതാണ് പെരിയാർ. ഈ പെരിയാറിന്റെ ഇരുകരകളിലുള്ള പ്രദേശമാണ് നീണ്ടപാറയും അതോടൊപ്പം തന്നെ കാഞ്ഞിരവേലിയും. ആന നിന്നിരുന്നത് നീണ്ടപാറയിലാണ്. അവിടെ നിന്ന് RRT സംഘം ഓടിച്ച് നഗരംപാറ വനമേഖലയിലേക്ക് കയറ്റാനായിരുന്നു ശ്രമം. പക്ഷേ ആന പുഴ നീന്തി കാഞ്ഞിരവേലിയിലെത്തി. പക്ഷേ ഈ സമയത്ത് RRT സംഘത്തിന് പെട്ടെന്ന് കാഞ്ഞിരവേലിയിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല. കാരണം അവർക്ക് പോകണമെങ്കിൽ ഈ കാണുന്ന നേര്യമംഗലം പാലം വഴി മാത്രമേ പോകാൻ കഴിയുമായിരുന്നുള്ളൂ. ആന ആ ഭാഗത്തേക്ക് എത്തിയെന്ന് മുന്നറിയിപ്പ് നൽകാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. നീണ്ടപാറയിൽ നിന്ന് പുഴ നീന്തി കടന്നെത്തുന്നത് ആന നേരെ കാഞ്ഞിരവേലിയിലേക്കാണ് എത്തിയത്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നു, വിൽസൺ. എവിടെ നിന്ന് ആന വന്നത്? അവിടെ നിന്നാണ് റോട്ട തന്നെയാണ് വന്നത്. ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഞാൻ എവിടെ നിന്ന് വന്നു കഴിഞ്ഞ് ഇപ്പോൾ കാണുന്നതാണ്. പിന്നെ ആന അങ്ങനെ വന്ന് ഇവിടെ തോട് ക്രോസ് ചെയ്ത് അത് കഴിഞ്ഞ് ഇന്ദിരാമ അവിടെ നിന്ന് പയ്യന് അതിന് വയ്യ വടി കുത്തിപ്പിടിച്ചാണ് നടക്കണത്. ഇതിലിങ്ങനെ പോയി അങ്ങനെ കയറി ഈ പറമ്പിലേക്ക് കയറി. അത് കഴിഞ്ഞ് ആന അവിടെ ചെന്ന് ഒരു 2 സെക്കൻഡ് നിന്നു. അപ്പുറം ആണുങ്ങൾ നിൽക്കണ കാരണകൊണ്ടാണ് നിന്നത്. അവിടെ കൂർത്തോണ്ട് നിന്നതുകൊണ്ട് അവിടെ നിന്ന് ചാടി ആന അങ്ങോട്ട് കയറുന്ന എൻ്റെ പറമ്പിലേക്ക് കടന്നു. പാറയുടെ സൈഡ് കടന്നു. അത് കഴിഞ്ഞിട്ട് ആന അവിടെ നിന്ന് കടന്നിട്ട് നേരെ അങ്ങോട്ട് തിരിഞ്ഞ് ആന നേരെ വട്ടം തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കീപ്പോട്ട് വന്നാണ് ഈ സംഭവം നടക്കണം. ഞങ്ങൾ തോടിൻ്റെ ഇക്കരെ നിൽക്കുന്നു, തോടിൻ്റെ അക്കരെ സംഭവം നടക്കണത്. ഈ ഭാഗത്തൂടെയാണ് അതെ കണ്ണ റബ്ബർ കുടിക്കട വന്നിട്ട് ഇങ്ങനെ വട്ടം ഇങ്ങോട്ട് കയറുക. ഇങ്ങോട്ട് കയറിയിട്ട് അതെ ഇവിടെയാണ് സ്പോട്ട്. ഈ പറമ്പിലേക്ക് ആന എങ്ങനെ കയറിയത്? ഈ പറമ്പിലേക്ക് അതിലെ വന്നിട്ട് അങ്ങനെ കയറിയത്. ഇവിടെ ഒരു കൊക്കോ നിൽക്കുന്നുണ്ട്, അതിലെ കയറാം. അതിലെ കയറിയിട്ട് നേരെ ആന അങ്ങോട്ട് പോകേണ്ട ആന നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നിട്ടാണ് സംഭവം നടക്കുന്നത്. ഇവിടെ ആളെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇന്ന് കാണിക്കണ കണ്ടു. പിന്നെ ഇങ്ങനെ നെറ്റിക്ക് തള്ളിക്കൊണ്ട് പോണതാണ്. ഞങ്ങൾ ഓടി വന്നിട്ട് ഇതിലിങ്ങനെ വട്ടം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ ആള് കമന്ന് കിടക്കണതാണ് കാണുന്നത്. ഇതാണ് സ്പോട്ട്. ആനയുടെ കാല് കൊണ്ടേക്കണ പാടായി കാണുന്നത്. ആന തള്ളി കൊണ്ടുപോയേക്കണത് ഇവിടെ ഇതാണ് സ്പോട്ട്. ഇവിടെ കിടക്കുകയത്. അത് കഴിഞ്ഞാൽ ആന അങ്ങോട്ട് മാറി അവിടെ നിൽക്കുകയത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒച്ചയെടുക്കുക അല്ലാതെ വേറെ ഒന്നുമില്ല. നാക്കൊക്കെ കുഴഞ്ഞു പോയായിരുന്നു ഇത് സംഭവം. ആന ഇങ്ങനെ അങ്ങോട്ട് എവിടെ വരെ ചെല്ലണം തന്നെ കണ്ടോളൂ. പിന്നെ എങ്ങോട്ട് കടന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇതുമില്ല. കാരണം ശരീരം ആകെ ഒരു എന്നാ പറയുക, നമ്മൾ ഇപ്പം പറയേണ്ട എന്നാന്ന് എനിക്ക് അതിനെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. തീർച്ചയായിട്ടും അദ്ദേഹം കണ്ട് നിന്നതിൻ്റെ ഒരു വിഷമം കൂടി അദ്ദേഹത്തിനുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അദ്ദേഹം സമീപത്ത് നിന്ന് കാണുകയായിരുന്നു. നമ്മൾ നേരത്തെ ഒരു പ്രതികരണം എടുത്ത സൂസൻ എന്ന് പറയുന്ന മകനാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇതിൻ്റെ ദൃക്സാക്ഷികളാണ്. കാഞ്ഞിരവേലിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.